സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി ആക്ടിവിറ്റീസ് നമുക്കിന്ന് പരിചയപ്പെടാം. കഹാനി സെ ശബ്ദ് ജോഡെ ചുനെ അപ്പനെ വാക്യമേ പ്രयोग करे. കഥയിൽ നിന്നും ശബ്ദ് ജോഡെ ചുനെ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ബായ് ഔർ മൈം സാത്ത് സാത്ത് പഠത്തെ ഹേ ഔർ സാത്ത് സാത്ത് ഹി കേൾത്തെ ഹേ. ഇത് കഥയിലുള്ള വാക്കുകളാണ്. സഹോദരനും ഞാനും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യുന്നു. അതുപോലെ അപ്പനെ വാക്യമേ പ്രയോഗരെ, സ്വന്തം വാക്കുകളിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. എന്തൊക്കെയായിരിക്കും വരിക? ബായ് തേസ് തേസ് ചൽത്ത, മൈം ധീരെ ധീരെ ചൽത്ത. സഹോദരൻ വേഗത്തിൽ നടക്കുന്നു, ഞാൻ സാവധാനത്തിൽ നടക്കുന്നു. അവിടെ തേസ് തേസ്, അതുപോലെ ധീരെ ധീരെ. മൈ കാഗസ് കി നാവേം ഏക് ഏക് കർക്കെ പാനി മേ ബഹാത്ത. ഞാൻ കടലാസ് തോണി ഓരോന്നായിട്ട് വെള്ളത്തിൽ ഒഴുക്കുന്നു. ഏക് ഏക് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട്. മൈ സ്കൂൾ ജാത്തേ സമയ പുൽസേ നദി മേ ബാർ ബാർ ദേഖ്ത. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പാലത്തിൽ നിന്നും നദിയിലേക്ക് തവണകളായിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്. മൈ റോസ് ജൽദി ജൽദി സൈക്കിൾ ചലാക്കർ സ്കൂൾ ജാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും സ്കൂളിൽ വേഗത്തിൽ സൈക്കിൾ ഓടിച്ച് പോകുന്നു. ജൽദി ജൽദി, ബാർ ബാർ, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇതിൻ്റെ അകത്തേക്ക് ജോഡന, ജോഡെ ചുനെ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, ചെടുപ്പട് को तैरना आता है, नडकड़ को नाव बनाना आता है. लिखे आपको क्या क्या आता है? അപ്പോൾ ചെടുപ്പട് को तैरना आता है. ചെടുപ്പടിന് എന്താ അറിയാം? നീന്തം അറിയാം. നടുക്കട് को नाव बनाना आता है. നടുക്കടിന് തോണി ഉണ്ടാക്കാൻ അറിയാമെന്ന് നമ്മൾ കഥയിലൂടെ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ आपको क्या क्या आता है? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുക? ആപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ താങ്കൾ എന്നാണെങ്കിലും അത് നിങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് എന്നാണ് അന്നേരം തുടങ്ങേണ്ടത്. ഇവിടെ മുജെ സൈക്കിൾ ചലാന ആത്താഹെ എന്നാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. എനിക്ക് സൈക്കിൾ ഓടിക്കുവാൻ അറിയാം. അതുപോലെ മുജെ ഗീത് ഗാന ആത്താഹെ, എനിക്ക് പാട്ടുപാടാൻ അറിയാം. മുജെ ഫുട്ബോൾ ഖേൽന ആത്താഹെ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം. മുജെ ഖാന പകാന ആത്താഹെ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. മുജെ ഭാഷൺ ദേന ആത്താഹെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സാമിന് എളുപ്പമായിരിക്കും. ചെയ്തു നോക്കുക എല്ലാവരും. നെക്സ്റ്റ്, സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ശരിയായ വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചുന്ന തരയുക, ചുൻകർ തിരഞ്ഞെടുത്തിട്ട് എന്നർത്ഥം. ദോനോ ബായ് അപ്പനെ ഗാവ് കെ സ്കൂൾ മേ പഠത്തെ ഹേ. രണ്ട് സഹോദരന്മാരും തൻ്റെ ഗ്രാമത്തിലാണ്, അവരുടെ ഗ്രാമത്തിലെ സ്കൂളിൽ ആണ് പഠിക്കുന്നത്. ശരിയാണോ? അല്ല. എന്തായിരിക്കും ഉത്തരം? ദൂസരേ ഗാവ് കെ സ്കൂൾ മേ. ഓക്കെ. നെക്സ്റ്റ്, നടുക്കടുക്കോ ഗിട്ടി പൈരാന ആത്താഹെ. എന്താണ് ഗിട്ടി പൈരാന? ഫേങ്കിന, എറിയുക അല്ലേ? പാനിമേ പത്തർ ഫേങ്കിന എന്ന് പറയാം. കുജാലിന എന്നെല്ലാം പറഞ്ഞാൽ ശരിയാണോ? നടുക്കടുക്കോ ഗിട്ടി പൈരാനാത്തേ, നടുക്കടിനാണോ ഗിട്ടി പൈരാനാത്തേ? ശരിയാണ് അല്ലേ? നടുക്കടല്ലേ കല്ലെറിയുന്നത്? അത് ജഡപ്പടിന് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് കഥയിലൂടെ പഠിച്ചില്ലേ? നെക്സ്റ്റ്, നടുക്കട് ഹമേശ രോത്തേ ഹുയ സ്കൂൾ ആത്താഹേ. ഇവിടെ നടുക്കട് ഹമേശ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടാണോ സ്കൂളിൽ പോകുന്നതെന്ന് നമ്മുടെ കഥയിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോഴത് തെറ്റാണ്. അതുപോലെ ബഡാ ബായ് പാഞ്ചവീം കക്ഷാമേ പഠിത്താഹേ. മൂത്ത ജ്യേഷ്ഠൻ ജഡപ്പട് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ശരിയാണല്ലോ. അപ്പം നടുക്കട് എത്രാം ക്ലാസ്സിലാണെന്ന് നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ്, ജഡപ്പടുക്കോ स्कूल के रास्ते में कई बार ചോട്ടെ കാ इंतजार करना पड़ता है. ചെടുപ്പടിന് സ്കൂൾ പോകുന്ന വഴിയിൽ എപ്പോഴും ചോട്ടെ കാ इंतजार करना എന്ന് പറഞ്ഞാൽ ചെറിയ സഹോദരനായ നടുക്കടിനെ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകളും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് മനസ്സിലായി. നടുക്കടുക്കോ ഗിട്ടി പൈരാന ആത്താ ഹേ, बड़ा भाई 5वीं कक्षा में पढ़ता है, ചെടുപ്പട് को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है എന്നുള്ള വാക്കുകൾ ശരിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ്,
അനുഭവ് ബാണ്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക. ഈ കഥയിൽ എന്താണ് നമ്മൾ അനുഭവം പങ്കുവെക്കേണ്ടത് നോക്കുക. ചടുപ്പട് और नड़कड़ एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार आपका कोई अनुभव बांटे. ചടുപ്പട് और നടുക്കട് പരസ്പരം അതായത് ഏക്ക് ദൂസരേക്കോ എന്നാൽ തോണി ഉണ്ടാക്കാൻ നടുക്കട് ജടുപ്പിനെ പഠിപ്പിക്കുന്നു. അതുപോലെ നദിയിൽ നീന്തം പഠിപ്പിക്കുന്നു. ആരായിരുന്നു? ആ വാക്കാരാണ് കൊടുത്തിട്ടുള്ളത്? ചടുപ്പട് അല്ലേ? അപ്പോൾ രണ്ടുപേരും പരസ്പരം സഹായിച്ചു. അതുപോലെ ഇസി പ്രകാർ ആപ്ക കൊയ് അനുഭവമാണ്ടേ, നിങ്ങളുടെ എന്തെങ്കിലും ഒരനുഭവം പങ്കുവെക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുണ്ടോ എന്നാണ് അർത്ഥം. അത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ്. എങ്കിലും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. മേരെ ബച്പൻ മേ ഏക് അനുഭവ് താ कि मैं 5वीं कक्षा में पढ़ते समय मेरा एक मित्र था नवल. ഒരു പേര് തന്നെ കൊടുക്കാം, ജസ്റ്റ് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. उसे हिंदी अच्छी तरह पढ़ना आता लेकिन मुझे कुछ नहीं आता, पर वो सदा मुझे पढ़ाने में सहायता करता. मुझे गणित अच्छी तरह पढ़ना आता, उसे मैं गणित सिखाने में सहायता करता. इस प्रकार हम दोनों दिली दोस्त के समान आगे बढ़ा. എന്താണ് മനസ്സിലായത്? ചെറിയൊരു ഉദാഹരണം. എൻ്റെ കുട്ടിക്കാലത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു നവൽ. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി ആ പേരെന്തെങ്കിലും മാറ്റുകയോ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഉസെ ഹിന്ദി അച്ചി തരം പഠനാത്ത, അവൻ നല്ലതുപോലെ ഹിന്ദി പഠിക്കുമായിരുന്നു, നല്ലതുപോലെ അറിയാമായിരുന്നു. പക്ഷേ മുझे कुछ नहीं आता, എനിക്ക് ഹിന്ദി ശരിക്കൊന്നും അറിയില്ലായിരുന്നു. पर वो सदा मुझे पढ़ाने में सहायता करता, എന്നാലും എന്നും അവൻ എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദി പഠിപ്പിക്കുവാൻ മനസ്സിലാക്കുവാൻ സഹായിച്ചിരുന്നു. മുझे ഗണിത് अच्छी तरह पढ़ना था, പക്ഷേ എനിക്ക് മാത്സ് നല്ലപോലെ അറിയാമായിരുന്നു. ഉസേ അവനെ മൈ ഗണിത് സിഖാനെ മേ സഹായത കർത്ത, ഞാൻ അവനെ കണക്ക് മാത്സെല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുമായിരുന്നു. ഇസ് പ്രകാർ ഇങ്ങനെ ഹം ദോനോ ദിലി ദോസ്ത് കെ സമാൻ ആകെ ബഡ, ഇപ്രകാരം നമ്മൾ ഉറ്റ സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയി എന്നർത്ഥം. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റർ തയ്യാറാക്കരി. എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയാം. ജഡപ്പടനെ നദീമേ കൂദ്കർ നടുക്കടിക്ക് ജാൻ ബജായി मान ले इस पर स्कूल में बधाई समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരെ. അതായത് ജഡപ്പട് നദിയിൽ കുതിച്ചുകൊണ്ട് നടുക്കടിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. ജാൻ ബജാന മാൻലേ ഇസ് പർ, അതായത് മനസ്സിലാക്കിയാലും ഇതിൽ സ്കൂൾ മേ ബധായി സമാരോഹ് ഹോ രഹാ ഹൈ, അതിനുവേണ്ടി സ്കൂളിൽ അനുമോദന ചടങ്ങ് നടക്കുകയാണ്. ഇസ്കേലേക്ക് പോസ്റ്റർ തയ്യാർ കരെ. എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുക? അതായത് ആദ്യം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എവിടെയാണ് നടക്കുന്നത്? ഒരു സ്കൂളിൻ്റെ, അതായത് സർക്കാരി ഹൈസ്കൂൾ, നമുക്കറിയാലോ സർക്കാരി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നെഴുതി അവിടെ സ്കൂളിൻ്റെ പേര് എഴുതണമെന്നില്ല. ഒന്നുകിൽ ക എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളം, അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാവുന്നതാണ്. വിഷയം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് വിഷയം കൊടുത്തിട്ടുണ്ടാവാം. ചടുപ്പടിനെ നദീമേ കൂദ്കർ നടുക്കടിക്ക് ജാൻ ബജായി എന്നാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയത്തിന് നേർക്ക് ആ പോയിന്റ് എഴുതി വെക്കുക. അതിനുശേഷം ജഡ്പടിക്ക് ബധായി സമാരോഹ്, അതാണ് മെയിനായിട്ട് എഴുതേണ്ടത്. ജഡ്പടിക്ക് ബധായി സമാരോഹ് എന്ന് പറഞ്ഞാൽ അനുമോദന ചടങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് എന്നുള്ള പോകും പ്രത്യേകിച്ച് തന്നെ അവിടെ ഇൻവേർട്ട് കോമിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ പോസ്റ്റർ സാധാരണ തയ്യാറാക്കുമ്പോൾ സമയം, ഡേറ്റ്, സ്ഥലം, അതിൻ്റെ ഉദ്ഘാടനം, അതുപോലെ ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ സമയം ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കാണുക. സബേരെ 9 ബജെ എന്നുള്ളടക്കുക. സബേരെ 8 ബജെ എന്നിതാ, 9 ബജെ, അതുപോലെ തന്നെ 10 ബജെ എന്നെല്ലാം എഴുതാം. മോർണിംഗ് അല്ലേ? ബജെ എന്ന് പറഞ്ഞാൽ ടൈം എന്നർത്ഥം. അതുപോലെ
ഡേറ്റ് താരീഖ് എന്ന് പറയാം, ദിനാങ്ക് എന്നും പറയാം. ഇവിടെ താരീഖ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ അതുപോലെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം. സ്കൂളിൽ എവിടെയാണ് നടക്കുന്നത് നമുക്ക് അറിയേണ്ടതാണ്. സ്കൂൾ സഭാഗൃഹ്, സ്കൂൾ ഓഡിറ്റോറിയം എന്നും എഴുതാം. ഉദ്ഘാടൻ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടകൻ ആരായിരുന്നു? സ്വാസ്ഥ്യമന്ത്രി എന്നാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പ്രധാന അധ്യാപക് HM ഇങ്ങനെയെല്ലാം കൊടുക്കുക. ഇവിടെ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി. ഇവിടെ ആരാണ് എന്നുള്ളത് വേണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സബ്കാ സ്വാഗത്, സബ്കാ ഹാർദിക സ്വാഗത് എന്നും കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നല്ലൊരു ബോക്സാക്കി മാറ്റിയിട്ട് നല്ലൊരു പോസ്റ്ററായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഇതിൻ്റെ അകത്തേക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ ചർച്ചാ കരെ, मान ले आपको तैरना नहीं आता, नड़कड़ की जान बचाने के लिए आप क्या करते? അതായത് നിങ്ങൾക്ക് നീന്തമറിയില്ല എന്ന് വിചാരിച്ചാൽ നടുക്കടക്ക് ജാൻ ബജാനേക്കല്ലേ, നടുക്കടിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി താങ്കൾ എന്ത് ചെയ്യും? അതായത് നീന്തമറിയാത്ത താങ്കൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അവിടെ ചർച്ചാക്കര എന്നാണ്. ജസ്റ്റ് നടുക്കടുക്കോ ജാൻ ബജാനെ മേ മൈ ചില്ലാക്കർ ലോകോങ്കോ ബുലാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കെ വിളിച്ച ആൾക്കാരെ വരുത്തിക്കും. അതുപോലെ തന്നെ ലോകോങ്കെ സാത്ത് മൈംബി ഉസെ രക്ഷാക്കരണമേ പ്രയാസ് കരൂങ്ക, ജനങ്ങളോടൊപ്പം ഞാനും അവനെ രക്ഷിക്കുവാനുള്ള ആ ഒരു പ്രയത്നം ചെയ്യും എന്നും മനസ്സിലാക്കാം. ആ ഒരു കഴിവ് വെച്ചിട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഗ്രാമർ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. അതുവരെ ഓക്കെ, താങ്ക് യു.